വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. താൻ വിവാഹനിശ്ചയം ചെയ്തിരുന്ന മറിയ വിവാഹത്തിന് മുൻപ് ഗർഭിണിയായി എന്ന് കണ്ട യോസഫ് മറിയ ഉപേക്ഷിക്കുവാൻ ഭാവിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദൈവിക അരുളപ്പാട് അറിയിച്ചുകൊണ്ട് പറയുന്നത്, മറിയ ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. മത്തായി 1:20-21 വാക്യങ്ങൾ. പാപത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന യേശു ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചത് നമ്മെ പാപത്തിന് രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ന്യായവിസ്താര സഭയുടെ മുൻപിൽ നിന്നുകൊണ്ട് പത്രോസ് പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രവൃത്തി 4:12 വാക്യം. യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ പ്രത്യാശയ്ക്കായി നന്ദി പറയാം. രക്ഷ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. ഒരു മനുഷ്യനും പാപത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടുവാനോ മറ്റുള്ളവരെ രക്ഷിക്കുവാനോ കഴിയില്ല. യേശുവിൽ കൂടിയല്ലാതെ മറ്റാരിൽ കൂടിയും രക്ഷ കണ്ടെത്തുവാനും കഴിയില്ല. എബ്രായ ലേഖനകർത്താവ് യേശുവിനെ രക്ഷാനായകൻ എന്നാണ് വിളിക്കുന്നത്. എബ്രായർ 2:10. ശിമയോൻ ശിശുവായ യേശുവിനെ കൈകളിൽ എടുത്ത് പറയുന്നത്, നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. സെഫനിയ 3:17 മുതൽ ഉള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിരിക്കുന്നു. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചെതറിപ്പോയതിനെ ശേഖരിക്കുകയും ചെയ്യും. ലജ്ജിച്ചവരെ ഞാൻ പ്രശംസയും കീർത്തിയുമാക്കി വയ്ക്കും. അക്കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും അക്കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കും. ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ച് അനുസരണക്കേട് കാണിച്ച യോന 3 പകലും 3 രാവും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ യോനയ്ക്ക് മനസ്സിലായി, ഈ അപകടത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന്. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് യോനയുടെ പുസ്തകം 2-ാം അധ്യായം. ഒടുക്ക യോന പറയുന്നത്, രക്ഷ യഹോവയുടെ പക്കൽ നിന്നും വരുന്നു. 2:9. അതെ, രക്ഷ ദൈവത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് കൃപയാൽ നാം അനുഭവമാക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവയായ ദൈവം നമ്മളുടെ പ്രാണനെ മരണത്തിൽ നിന്നും ജീവനെ ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കുന്നു. 33:19 വാക്യം. സങ്കീർത്തനം 43:5 വാക്യം ഒരു ചോദ്യവും ഉത്തരവുമാണ്. 42-ാം സങ്കീർത്തനത്തിലും ഈ ചോദ്യവും ഉത്തരവും 5-11 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ചോദ്യം, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ഉത്തരം, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. അതെ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് അവൻ രക്ഷകനായിരിക്കും. സകല ലംഘനങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകിയത്. നമ്മെ രക്ഷിക്കുന്നതിനായി ദൈവം തൻ്റെ പുത്രനെ കൈവിട്ടു, ക്രൂശിൽ മരിപ്പാൻ അനുവദിച്ചു. പൗലോസ് പറയുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5:21 വാക്യം. നമ്മോടുള്ള സ്നേഹം നിമിത്തമാണ് പാപമറിയാത്തവനെ പാപമാക്കിയത്. തൻ്റെ പുത്രനെ കൈവിട്ടതിൽ കൂടി നമ്മെ അവൻ്റെ പുത്രന്മാരാക്കി രക്ഷയിലേക്ക് നയിച്ചിരിക്കുന്നു. കൃപയാൽ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച രക്ഷയ്ക്കായി നമ്മുടെ കർത്താവിന് നന്ദി പറയാം. രക്ഷിക്കപ്പെട്ടു എങ്കിലും നമുക്ക് രക്ഷയുടെ പൂർത്തീകരണം ലഭിക്കുന്നത് കർത്താവിൻ്റെ പുനരാഗമനത്തിൽ ആണ്. എബ്രായർ 9:28 പറയുന്നത്, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അന്നാളിൽ തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കുമെന്ന മർക്കോസ് 13:27 പറയുന്നത്. ഇന്ന് നാം കഷ്ടതകൾ അനുഭവിക്കുന്നു. ദുഃഖവും വേദനയും രോഗവും നമുക്കുണ്ട്, വേർപാടുകളുണ്ട്. എന്നാൽ രക്ഷയുടെ പൂർണ്ണതയിൽ സകലതും പുതുതാക്കപ്പെടുകയും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. അന്ന് മരണമുണ്ടാകില്ല,
ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകില്ല. വെളിപ്പാട് 21:4-5 വാക്യങ്ങൾ. അന്ന് ദൈവം നമ്മോട് കൂടെ വസിക്കും, നാം അവൻ്റെ ജനമാകും, അവൻ നമ്മുടെ ദൈവമായും ചെയ്യും. ഈ രക്ഷയുടെ പൂർത്തീകരണത്തിനായുള്ള ഓട്ടമാണ് ഇന്ന് നാം നടത്തുന്നത്. ഈ പൂർണ്ണത അനുഭവമാക്കുന്നതിന് നാം എത്രയും വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണമെന്ന 2 പത്രോസ് 3:11 പറയുന്നത്. വിശുദ്ധി നഷ്ടപ്പെടുത്തി ബാഹ്യമായി ഭക്തി പ്രകടിപ്പിച്ച് യാത്ര ചെയ്യുന്ന ഇന്നത്തെ സമൂഹത്തിന് നാം മാതൃകയായിരിക്കണം. അതായത് വിശുദ്ധ ജീവിതം നയിച്ച് ഭക്തിയിൽ മുന്നേറുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. അപ്പോൾ മാത്രമേ അവൻ്റെ പുനരാഗമനത്തിൽ പങ്കുചേർന്ന് രക്ഷയുടെ പൂർണ്ണത അവകാശമാക്കുവാൻ നമുക്ക് കഴിയൂ. കർത്താവേ, വിശുദ്ധിയിലും ഭക്തിയിലും മുന്നേറി ഒടുക്കം അവിടുത്തെ പുനരാഗമനത്തിൽ പങ്കുചേർന്ന് രക്ഷയുടെ പൂർണ്ണ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.